വിശുദ്ധ ഖുർആൻ നമ്മളോട് കാവൽ തരാനും നമ്മളോട് ചിന്തിക്കാനും പറഞ്ഞ വിഷയമാണ് പിശാച് ഈ വഴിയിലൂടെയൊക്കെ നിങ്ങളെ സമീപിക്കും കേട്ടോ, സൂക്ഷിക്കണമേ. അലം അഅഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദുശ് ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ പിശാച് നിങ്ങളുടെ ശത്രുവാണ്? ഹാദാ സിറാത്തും മുസ്തഖീം വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. നിങ്ങൾ എനിക്ക് അടിമയാവിൻ, പിശാചിന് അടിമയാവല്ലിൻ. ജനറലി സ്പീക്കിംഗ്, പിശാച് എന്ന് പറഞ്ഞ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് എന്തൊക്കെ നമ്മുടെ തലയിൽ ഒരാൾ പറഞ്ഞിരുന്നുണ്ടോ അത് മനുഷ്യനാണെങ്കിലും അവൻ പിശാചാണ്, ജിന്നാണെങ്കിലും അവൻ പിശാചാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിൽ നിരന്തരമായ ടെംപ്റ്റേഷൻ തന്നുകൊണ്ടിരിക്കുന്നവൻ. വഅനിഅ്ബുദൂനി, നിങ്ങൾ എനിക്കാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. ഹാദാ സിറാത്തും മുസ്തഖീം. അപ്പൊ നമ്മള് നന്മ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ നന്മയിൽ ഒരിക്കലും അഹങ്കാരം തോന്നല്ലേ, ഞാൻ ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നും. ലാ യഖാഫു നിഫാഖ ഇല്ലൽ മുഅ്മിൻ. കപട വിശ്വാസം, എനിക്ക് നിഫാഖുണ്ടോ, ഹിപ്രോക്രസി, എന്നിൽ കാപട്യമുണ്ടോ എന്ന് പേടിക്കുന്നത് മുഅ്മിന് മാത്രമാണ്. അല്ലാത്ത പറയാൻ ഞാൻ കഴിച്ചിലായി പോകുന്ന പറയാ. നമ്മുടെ നാട്ടിലൊക്കെ എന്തൊക്കെ പറയണ്ട്, ഞാൻ മൂപ്പരുടെ കൈ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉറപ്പാ ഞാൻ രക്ഷപ്പെടും. മൂപ്പര് രക്ഷപ്പെടുമെന്ന് വരെ അറിയില്ല. ലാ യഖാഫു നിഫാഖ ഇല്ലൽ മുഅ്മിൻ. കാപട്യം പേടിക്കുന്നത് ഈമാനിന്റെ അടയാളമാണ്. ഈമാൻ ഇല്ലാത്തവനാ ഞാൻ രക്ഷപ്പെടാം, ഞാൻ ഒറിജിനൽ മുഅ്മിനാന്നൊക്കെ പറയാൻ ധൈര്യപ്പെടുന്നത് ഈമാൻ ഇല്ലാത്തവനാ. അഷ്റഫുൽ ഖൽഖിന്റെ ഹദീസാണിത്. ലാ യഖാഫു നിഫാഖ ഇല്ലൽ മുഅ്മിനു. മുഅ്മിനായ മനുഷ്യനല്ലാതെ കാപട്യത്തെ പേടിക്കൂല. പടച്ചോനെ എന്റെ ഈമാൻ ശരിയായിട്ടുണ്ടാവോ റബ്ബേ. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു, ഭയങ്കര മഹാനല്ലേ, മരിക്കണ സമയത്ത് ചോദിച്ചു, അല്ല ഹസനുൽ ബസ്രി, നിങ്ങൾ എന്തിനാ പേടിക്കണത്? നിങ്ങൾ തെറ്റും ചെയ്യാത്ത ആളാണ്. ഭയങ്കര കരച്ചിൽ. എന്തിനാ നിങ്ങൾ പേടിക്കണത്? നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ മണ്ണെടുത്തിട്ട് പറഞ്ഞു, ഈ തെറ്റുകൾ ഈ മണ്ണോളം എന്റെ അടുത്ത് നിസ്സാരമാ. ഞാനിപ്പോ പേടിക്കണത് ഈ മരിക്കണ നേരത്തെ എന്റെ ഈമാൻ എനിക്ക് നഷ്ടപ്പെടുമോ എന്നാ ഞാൻ ഇപ്പൊ പേടിക്കണത്, എന്റെ തെറ്റിനെ കുറിച്ചല്ല. ഞാൻ ആരായി പറയണത്? ഭയങ്കര ലോകം കണ്ട പ്രഗത്ഭനായ അബുൽ ഹസൻ, മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു, അബു അബ്ദില്ലാ, മഹാനവറുകൾ പേടിച്ചത് ഈമാൻ നഷ്ടപ്പെടുമെന്നാ മരിക്കണ നേരത്ത്. അവരൊക്കെ വലിയ മഹാന്മാരല്ലേ, വലിയ ആലിമീങ്ങളല്ലേ. അപ്പോ അന്ധമായിട്ട് മനുഷ്യന്മാരെ സ്വർഗത്തേക്ക് ടിക്കറ്റ് കൊടുത്ത ആൾക്കാരുണ്ട്. മനസ്സിലാക്കിക്കോളൂ, കാപട്യമാണത്. സ്വർഗം ഉറപ്പാണെന്ന് പറഞ്ഞ് ഏതൊക്കെ സംഘടനകൾ പറയുന്നുണ്ടോ, അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ പറയാണത് തെറ്റാണ്, കടുത്ത വിവരദോഷമാണ് ഈ പറയുന്നത്. ഒരു ഷെയ്ഖിന്റെയോ ഒരു ത്വരീഖത്തിന്റെയോ ഒരു മദ്ഹബിന്റെയോ അഭിപ്രായത്തിൽ പോലും ഒരാൾക്ക് സ്വർഗം ഉറപ്പാണെന്ന് പറയാൻ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞ സ്വഹാബത്തിനല്ലാതെ സ്വർഗം ഉറപ്പിക്കാൻ പാടില്ലെന്നാണ്. ലാ നുസക്കി അലല്ലാഹി അഹദാ. സ്വർഗത്തിൽ പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കുറിച്ച്. പക്ഷെ സ്വർഗത്തിലാണെന്ന് ജസ്മ ചെയ്ത് പറയാൻ പാടില്ലെന്നാണ് നമ്മുടെ മദ്ഹബ് പറയുന്നത്. ജസ്മ ചെയ്യാൻ, ഉറപ്പിച്ചു പറയാൻ പറ്റില്ല സ്വർഗത്തിലാണെന്ന്. ആയവണം സ്വർഗത്തിലാവുമെന്നാണ് എന്റെ പ്രതീക്ഷ. വലിയ ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുക. സാധാരണക്കാരനായി പറയുന്നത്, കൈപിടിച്ചോ, ഈ സംഘത്ത് കൂടിക്കോ, സ്വർഗം മരണം നേരത്ത് ഈമാൻ ശരിയാവണമെങ്കിൽ എന്റെ ഒപ്പം കൂടിക്കോ. ആരാണോ ഈ ഗ്യാരണ്ടി തന്നത്? ആരാണ് ഈ ഗ്യാരണ്ടി തന്നത്? മരിക്കണ നേരത്ത് ഈമാൻ രക്ഷപ്പെടണമെങ്കിൽ ഈ സംഘത്തിൽ കൂടിക്കോ. ആര് പറഞ്ഞു ഇത്? എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് പേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്വഹാബത്ത് പേടിച്ചു ഈമാൻ നഷ്ടപ്പെടുമെന്ന്. എന്നിട്ട് നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ നിൽക്കുമ്പോൾ പറയാണ്, എന്റെ ഈമാനൊക്കെ ഞാൻ ഏറ്റെടുക്കാൻ ആളെ കൊടുത്തിട്ടുണ്ട്, ആളെന്നെ രക്ഷപ്പെടുത്തുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. വിവരദോഷം പറയരുത്, മുഅ്മിനീങ്ങളെ പഴപ്പിക്കരുത്, ഈമാൻ ചൂഷണം ചെയ്യരുത്. ആഖിബത്തിനെ പേടിക്കേണ്ടവനാ മുഅ്മിൻ. ലാ യഖാഫു നിഫാഖ ഇല്ലൽ മുഅ്മിൻ. ഈമാനുള്ള മുഴുവൻ മനുഷ്യന്മാരും എനിക്ക് കാപട്യമുണ്ടോ എന്ന് പേടിക്കണമെന്നാണ്. എന്റെ ഈമാൻ ശരിയാണോ? എന്നെ റബ്ബ് സ്വീകരിക്കുമോ? എന്റെ ഈമാൻ പരിപൂർണമാണോ എന്ന് പേടിക്കുന്നത് ഈമാനിന്റെ അടയാളമാ. പേടിക്കാതിരിക്കുന്ന എന്തിന്റെ അടയാളമാ? കപട വിശ്വാസത്തിന്റെ അടയാളമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഹക്കായിട്ട് മനസ്സിലാക്കിക്കോളൂ. ബുദ്ധിയുള്ള മനുഷ്യന്മാരാ നമ്മളൊക്കെ. സത്യം മനസ്സിലാക്കണം. ഓരോന്നിന്റെ പിന്നാലെ നടന്ന് ഇത് ശരി ഇത് തെറ്റെന്ന് പറഞ്ഞുതരാൻ കഴിയില്ല. ഇതിന്റെ ക്രൈറ്റീരിയം പറഞ്ഞുതരാണ്. എവിടെയാണ് ശരി, എവിടെയാണ് തെറ്റ്, മനസ്സിലാക്കി ജീവിച്ചോളൂ. തഖ്വയുള്ള അഹ്ലു സുന്ന വൽ ജമാഅത്തിന്റെ ഇൽമും തഖ്വയും വറഅമുള്ള ഒരു ആലിമ പോലും ഈ വർത്തമാനം പറയൂല. ഏത്? ഞാൻ സ്വർഗ്ഗത്തിൽ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറയാൻ ധൈര്യം വരൂല. ആരെ? സ്വഹാബത്ത് ധൈര്യപ്പെട്ടിട്ടില്ലല്ലോ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ധൈര്യപ്പെട്ടിട്ടില്ലല്ലോ. മുഅ്മിൻ പേടിക്കേണ്ടവനാണ്, ഭയങ്കരം പേടിക്കണം. എന്റെ ഈമാൻ രക്ഷപ്പെടുമോ, ഞാൻ രക്ഷപ്പെടുമോ പടച്ചോനെ, ഇത് പേടിക്കേണ്ടവരാണ്. ഇത് പേടിക്കുന്നതും ഈമാനിന്റെ അടയാളമാണ്. അള്ളാഹു നമുക്ക് ഉറച്ച ഈമാൻ തരട്ടെ.
അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയിലായിട്ട് നമ്മൾ ജീവിക്കുകയാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ ചോദിക്കും ചെയ്യാം. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു സ്വർഗം തരട്ടെ. എല്ലാവർക്കും അള്ളാഹു പുറത്തു തരട്ടെ. എല്ലാവരെയും അള്ളാഹുവിന്റെ ഇബാദുർ റഹ്മാൻ അള്ളാഹു ചേർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.